അൻസാർക്ക് ആദ്യത്തെ നമ്മുടെ റിയാലിറ്റി ഷോയിൽ അതെ, പോയിട്ടുള്ളതാണ് ഹംസധ്വനി 1997 ദൂരദർശൻ അവതരിപ്പിച്ച അൻസാർക്ക ഫസ്റ്റ്. നമ്മളൊന്നും അങ്ങനെ പ്രതീക്ഷിച്ചില്ല ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ പോകുന്നുണ്ട്, ഇത് ഒരു മത്സരം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അന്ന് ആദ്യമായിട്ടാണ് മത്സരം കേൾക്കണം. മറ്റേ നമ്മള് മറ്റുള്ള സ്റ്റേജിൽ നേരെയുള്ള മത്സരങ്ങളൊക്കെയാണല്ലോ നമ്മൾ കണ്ടത്. ഈ ചാനലിൽ ആദ്യമായിട്ട് ദൂരദർശൻ, അതും ദൂരദർശനിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മള് എങ്ങനെ ഇരിക്കുന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. ദിവസം ഇതൊക്കെ കഴിഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് രാത്രി ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വാതിൽ ഞാനാണ് തുറന്നു കൊടുക്കണം ഫൈനൽ. എന്നിട്ട് പറഞ്ഞു എനിക്ക് ഫസ്റ്റ് കിട്ടിയടാന്ന് പറഞ്ഞിട്ട് ഒരു കോൾഡ്. അടിപൊളി. ഞങ്ങളൊക്കെ കൂട്ടുകുടുംബമല്ലാന്ന്, അപ്പൊ എല്ലാരും ഒന്നിച്ചാണ് താമസിക്കണതൊക്കെ. അന്നത്തെ ഒരു നല്ല കാലഘട്ടമായിരുന്നു ശരിക്കും അതൊക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഗൾഫിലും ഒക്കെ ഒരുപാട്. അന്ന് അൻസാർക്ക് കുറെ ഷോസ് ചെയ്ത് ഇതിന്റെ ഒരു നമുക്കറിയാലോ, ഒരു ഈ പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയിൽ ഇപ്പൊ ഒരു ആള് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബേസ് ചെയ്തിട്ട് കുറെ ഷോസ്. അപ്പൊ അന്ന് അൻസാർക്കും ജ്യോതി മേനോനുമാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പൊ അവർ രണ്ടുപേരും ചേർന്ന് കുറെ ഷോസ് ചെയ്തു. അപ്പൊ ഞാൻ അറേഞ്ചറായിട്ട് ഓർക്കസ്ട്ര അറേഞ്ച് ചെയ്യാനും കൂടെ പാടാനൊക്കെ ഞാനായിരുന്നു പോയിരുന്നത്. അങ്ങനെ കുറെ ഷോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതുകൂടാതെ അതിനു മുമ്പ് CAC എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്, കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർക്കസ്ട്ര. അതിൽ ഞങ്ങൾ കുറേ വർഷം, ഒരു 3-4 വർഷം ഞങ്ങൾ പാടിയിരുന്നു. അതിനു മുമ്പ്, അതായത് ഈ ഹംസധ്വനിയിൽ അൻസാർക്കൊക്കെ കിട്ടുന്നതിന് മുമ്പ്. അതിനു മുമ്പാണെങ്കിലും ഷക്കീർക്ക ആണ് ഞങ്ങളെയൊക്കെ ബ്രദറാണ്. ഷക്കീർക്കാണ് പ്രൊഫഷണലായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഇതിലുണ്ടായിരുന്നു, മ്യൂസിക്കിലുണ്ടായിരുന്നു. കോങ്കോ ഡ്രമ്മർ ആയിരുന്നു. എല്ലാവർക്കും അറിയാം, ദാസാറിൻ്റെ കൂടെ ഒരു 10-12 വർഷം ഓർക്കസ്ട്രയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഷക്കീർക്കാണ് നമ്മളെയൊക്കെ പ്രോഗ്രാമിനൊക്കെ നമ്മളെയൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഷക്കീർക്ക ദാസാറിൻ്റെ കൂടെ വായിക്കുന്നവർ തന്നെ. ഷക്കീർക്ക അതേപോലെ ജെർസൻ ആന്റണി മ്യൂസിക് ഡയറക്ടർ, അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു അവർക്ക് ഓർക്കുന്നത്. അപ്പോൾ അവർ ചില സമയത്ത് പ്രോഗ്രാംസ് ഒക്കെ എടുക്കുമ്പോൾ ഞങ്ങളെ പാടും. അപ്പോൾ ഷക്കീർക്ക് പറയും നമ്മുടെ അനിയന്മാരുണ്ട്, അവരെ കൊണ്ട് നമുക്ക്. അപ്പൊ അങ്ങനെ ചാൻസുകൾ കുറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ എനിക്ക് ഈ പറഞ്ഞ ചിത്ര ചേച്ചിയുടെ പ്രോഗ്രാം ഇവർ ഓർക്കസ്ട്ര കൊടുക്കുന്ന സമയത്ത്, ആ കാലഘട്ടത്തിലും എനിക്ക് 19 വയസ്സുള്ള സമയത്ത് ഞാൻ ചിത്ര ചേച്ചിയുടെ കൂടെ പാടി തുടങ്ങി എന്ന് പറയാം. അങ്ങനെ ഗാനമേള കാലഘട്ടം അതാണ് നമ്മുടെ തുടക്കം. അപ്പൊ അതില് ബ്രദറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നമ്മളെ കൈപിടിച്ചു കൊണ്ടുവരാൻ ഷക്കീർക്ക് ഉണ്ടായിരുന്നു. അത് വലിയൊരു കാര്യമായിരുന്നു. അഫ്സലിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത്, മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പ്രോഗ്രാം ചെയ്ത് അത് രവീന്ദ്ര മാഷിന്റെ അതിലെ 2-3 പാട്ടുകൾ ഞാൻ ചെയ്ത്. പിന്നെ രവീന്ദ്ര മാഷിന്റെ തന്നെ ഒരു ഡിവോഷണൽ വർക്കുകൾ ഉണ്ടായിരുന്നു, അതിലും ഞാനാണ് വർക്ക് ചെയ്തത്. പിന്നെ മാഷിന്റെ കൂടെ ഞാൻ കുറെ പ്രോഗ്രാംസിന് പോയിട്ടുണ്ട്. മാഷ് കുറെ ഷോസ് എടുക്കുമ്പോൾ അന്ന് ബിജു നാരായണനാണ് മാഷിന്റെ മെയിൻ സിംഗർ, മീൻസ് മലയാളം പാട്ടുകളൊക്കെ പാടുന്നത്. ഞാൻ തമിഴ് പാടാനും, പിന്നെ പ്രകാശ് ബാബു എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള സുഹൃത്ത്, പുള്ളി ഹിന്ദി പാടാനും. അപ്പൊ ഞങ്ങളെ രണ്ടുപേരും മാഷിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ മാഷ് എപ്പോഴും ആ സമയത്ത് പറയും, നിങ്ങളെ രണ്ടുപേരെ ഞാൻ ഒരു സിനിമയിൽ പാടിക്കുന്നത്. പ്രകാശ് ബാബുവിന് അന്ന് ചക്രം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായാലും ആദ്യം ചെയ്തൊരു ഇതുണ്ടായിരുന്നു, അതിൽ പാടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫിലിം ഇറങ്ങിയില്ലായിരുന്നു. എന്നെ ഇങ്ങനെ പഠിക്കാന്ന് പറഞ്ഞ അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് പിന്നെ മാഷ് കുറച്ച് വയ്യാതെയൊക്കെ ആയി. അങ്ങനെ ഒരു വർക്ക്, ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഒരു വർക്കിന് വേണ്ടി അതിൽ എന്നെ പാട്ട് പഠിപ്പിച്ച്. ഞാൻ വീട്ടിൽ എറണാകുളത്തായിരുന്നു മാഷ് ആ സമയത്ത്. അന്ന് പോയി പാട്ടൊക്കെ പഠിച്ചപ്പോൾ മാഷ് പറഞ്ഞു, ഇത് നീ പാടണ്ട, ഇത് വേറൊരു പാട്ട് നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല മാഷിൻ്റെ. പക്ഷെ മാഷിൻ്റെ കൂടെ കുറേ വർക്ക് ചെയ്ത് പ്രോഗ്രാംസിനും ഈ റെക്കോർഡിങ്സിനൊക്കെ കോറസ് പാടാനും, അതേപോലെ ഈ റിതം പ്രോഗ്രാമിങ്, മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ട്, അതാണ് ഇപ്പൊ മാഷിൻ്റെ കൂടെ ചെയ്തിട്ടുള്ള പാട്ട്. പിന്നെ അതേപോലെ മോഹൻചേട്ടൻ്റെ കുറെ ഈ പാട്ട്, ദാദാ സാഹിബിലെ അല്ലിയാമ്പൽ പൂ, അതിനൊക്കെ പ്രോഗ്രാം ചെയ്തതാണ്. പിന്നെ കുറെ ആൽബം സോങ്സ് ഒക്കെ ഇഷ്ടം പോലെ, അതായത് ഈ മറ്റേ ക്രിസ്ത്യൻ ഡിവോഷനിൽ ഇസ്രായേലിൻ നാഥ് മാർക്കോസേട്ടൻ്റെ ഹിറ്റായിട്ട് അതൊക്കെ ഞാനാണ് പ്രോഗ്രാം ചെയ്തത്. പീറ്റർ സേനാന്റെ പീറ്റർ സേനാനിലൊരു, പിന്നെ അതേപോലെ പാൽനില പുഞ്ചിരി എന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ, മാർക്കോസേട്ടൻ മാപ്പിളപ്പാട്ടുകൾ, അതൊക്കെ അങ്ങനെ കുറെ പാട്ടുകളുടെ പിന്നണിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ദിവസ്തംഭം മഹാശ്ചര്യത്തിൽ ഉണ്ടായിരുന്നോ? ആ സമയത്തൊന്നുമില്ല, ആ സമയത്ത് വർക്ക് ചെയ്യില്ല. അന്ന് റിതം പ്രോഗ്രാമിങ് മെയിനായിട്ട് ആ കാലഘട്ടത്തിൽ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ബ്രദർ ഷക്കീർക്ക, പിന്നെ ബെന്നി എന്ന് പറഞ്ഞിട്ട്, ബെന്നി കണ്ണൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, അതിൽ ബെന്നി ചേട്ടനാണ് ചെയ്തിരുന്നത്. പിന്നെ ട്രിവാൻഡ്രത്ത് ലാലപ്പൻ എന്ന് പറഞ്ഞിട്ട്, ലാലപ്പണ്ണൻ എന്ന് പറയും. അങ്ങനെ കുറച്ചുപേരെ റിതം കമ്പോസർ ചെയ്യുന്നുള്ളൂ. പിന്നീട് കുറെ പേരുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്കും 2-3 പേരും കൂടി വേറെ കുറെ പേര് വന്നിരുന്നു. പക്ഷെ വർക്കുകൾ കുറെ ഉണ്ടായിരുന്നു ആ സമയത്ത് നിറയെ കാസറ്റ് വർക്കുകൾ, ഈ ആൽബംസ് ആണെങ്കിലും ഡിവോഷണൽ സോങ്സുകൾ, ഹിന്ദു ഡിവോഷണൽ സോങ്, ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്, മാപ്പിളപ്പാട്ടുകളുടെ വർക്ക്, അല്ലാതെയുള്ള വർക്കുകൾ നിറയെ. അതായത് ഒരു എല്ലാ ദിവസവും നമുക്കൊരു ജോലിക്ക് പോകണ മാതിരിയാണ്. രാവിലെ 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങും, സ്റ്റുഡിയോയിൽ വരും,
വൈകുന്നേരം, അതായത് ഞായറാഴ്ച പോലും ഒഴിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത്രയും റെക്കോർഡിങ്സ് ആയിരുന്നു. എറണാകുളത്തുള്ള എല്ലാ സ്റ്റുഡിയോസിലും ഞങ്ങൾ കുറച്ചുപേര് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അതിൽ ഇതേപോലുള്ള രവീന്ദ്ര മാസ്റ്റർ പോലെയുള്ള മോഹൻചേട്ടനെ പോലുള്ള പ്രഗത്ഭരുണ്ട്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, കഴിവ് നമ്മളറിയപ്പെടാത്ത ഭയങ്കര മ്യൂസിഷ്യൻസ് വേറെ അവരുടെ കൂടെയൊക്കെ ഈ നാടകങ്ങൾക്കൊക്കെ ചെയ്യുന്ന, അതായത് കലവൂർ ബാലമാഷൻ, ഫ്രാൻസിസ് വലപ്പാട്, കുമരകൻ രാജപ്പൻ ചേട്ടൻ, പിന്നെ വൈപ്പിൻ സുരേന്ദ്രൻ, അങ്ങനെയുള്ള, പിന്നെ അതേപോലെ കുറച്ചും കൂടി യങ് ആയിട്ടുള്ളതാണെങ്കിൽ സെബി നായരമ്പലം, പിന്നെ ആലപ്പി ഋഷികേഷ്, അങ്ങനെ കുറേ, ഇവരൊക്കെ അവരുടേതായിട്ടുള്ള വേറെ രീതിയിലുള്ള മ്യൂസിക്കുകളാണ് നമ്മുടെ മെയിനാണ്. പക്ഷെ ഡ്രാമയ്ക്ക് വേണ്ടി വേറെ തലത്തിലുള്ള അതിൻ്റെ പാട്ടുകളും പിന്നെ അതിൻ്റെ റീ റെക്കോർഡിങ്ങും അങ്ങനെയൊക്കെ ആലപ്പി രംഗനാഥ് സാറ്, പുള്ളിയുടെ പാട്ടുകൾ പണ്ടുപോലെ നമ്മൾ കേൾക്കണം. പക്ഷെ ഞാൻ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തേക്കുന്ന നാടകങ്ങളുടെ വർക്കിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള കുറേ പേരുടെ കൂടെയും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ SPB അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പ് പെണ്ണേ എൻ പെണ്ണേ ആ പാട്ട് പാടി. പെണ്ണേ എൻ പെണ്ണേ നിൻ ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണേ, പെണ്ണേ പെണ്ണേ സ്നേഹപ്പൊന്നെ, ഓഹോ കണ്ണേ എൻ കണ്ണേ നിൻ കണ്ണിൽ നീല നിലാവുണ്ടോ കണ്ണേ, കണ്ണേ കണ്ണേ സ്നേഹക്കനിയെ, ഓ കൈത്താളം തട്ടാതെ മെയ്ത്താളം കാണാതെ എന്താണ് പുത്തൻ പായാട്ടം, ഓ ആകാശം പൊൻകിണ്ണം ആശിക്കും തേൻകിണ്ണം നീതാനൻ നേർക്കായി നീട്ടാതെ, എനിക്കായി ചെമ്മാനത്തെ താരത്തേരില്ലേ, പിന്നെന്തിനാണ് ഈ മോഹപ്പൂത്തേര്, നിനക്കായി തങ്കത്തട്ടാൻ തട്ടാരത്തിയിലെ, പിന്നെന്തിനാണ് ഈ ഓലപ്പൂത്താലി, പെണ്ണേ എൻ പെണ്ണേ നിൻ ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണേ, പെണ്ണേ ഈ ആ സാധനങ്ങളൊക്കെ കറക്റ്റ് സ്ഥലത്ത് കിട്ടണമെങ്കിൽ ഒത്തിരി പ്രാക്ടീസ് ചെയ്യണ്ടേ? അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരണത്. അത് എനിക്കത് തോന്നിയിട്ടുള്ള അത് SPB സാറിന്റെ ഒരു സ്റ്റൈലാണ്. സാർ അങ്ങനെ പാടുമ്പോൾ ഓട്ടോമാറ്റിക് വരാറുണ്ട്. അത് ഞാൻ അങ്ങനെ പാട്ട് പഠിച്ചുകൊണ്ട് എനിക്ക് ചില പാട്ടുകൾ അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ സാറ് പാടുമ്പോ സാറിന്റെ ഈ പാട്ട് റംബം ആരംഭം, പുള്ളി പാടുമ്പോ റംബം ആരംഭം അബംബം അബംബം പേരിമ്പം 7-8 ഇങ്ങനത്തെ സാധനം. അത് പുള്ളി പാടുമ്പോ അങ്ങനത്തെ പെപ്പി നമ്പർ പാടുമ്പോ പുള്ളിക്ക് അങ്ങനെ ഇതുണ്ട്. അത് ഞാൻ പഠിച്ചപ്പോ എനിക്ക് അത് അങ്ങനത്തെ അതേപോലുള്ള പാട്ടുകൾ വരുമ്പോ പെണ്ണേ അതങ്ങനെ വരും. പെണ്ണെ അങ്ങനെ അത് നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ചിലത് അങ്ങനെ ഇടാൻ പറ്റും. പക്ഷെ അഫ്സൽക്ക സംസാരിക്കുന്ന സമയത്ത് വളരെ മയമായിട്ട്, ഇപ്പൊ ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുള്ളപ്പോഴൊക്കെ അഫ്സൽക്ക സംസാരിക്കുമ്പോ സോഫ്റ്റ് ആയിട്ട് എന്തൊക്കെയുണ്ട് അത്രയൊക്കെ ഉള്ളൂ വർത്താനം. പക്ഷെ പാട്ട് പാടുമ്പോ എന്ന് വെച്ചാൽ അതിഭീകരനാണ്. എന്ന് വെച്ചാൽ ഇത് നമ്മൾ കണ്ട ഈ മനുഷ്യനല്ലല്ലോ ഇതെന്ന് പറയില്ലേ, അതെങ്ങനെയാ അഫ്സലിക്ക ഈ അന്യനമ്പിയാവുന്നത്? പല മ്യൂസിക് ഡയറക്ടർ ഇപ്പൊ മോഹൻചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോ അങ്ങനെ മോഹൻചേട്ടൻ പറയാറുണ്ട് എപ്പോഴും ഇങ്ങനെ പവർ ചെയ്ത് പാടണം. അത് കുറെയൊക്കെ അവരുടെ ഒരു ക്ലാസ് ആണ് എനിക്ക് കിട്ടിയേക്കണം. കാരണം അങ്ങനത്തെ പാട്ടുകൾ പാടിയേക്കണോണ്ട് ഇപ്പൊ എൻകരലിൽ താമസിച്ചാൽ അതായത് അതിനു മുമ്പ് ഈ മറ്റേ വെല്ലിയേട്ടനിൽ ഒരു പാട്ട് പാടി കണ്ണിലമ്പും വില്ലും കൊണ്ടെന്റെ, ഈ പാട്ട് അതാണ് ഫസ്റ്റ് പാടുന്നത്. അപ്പൊ ഞാൻ അത് പേടിച്ചാണ് അന്ന് പാടുന്നത്. അപ്പൊ മോഹൻചേട്ടൻ പറഞ്ഞു അതായത് നല്ല പവറായിട്ട് പാട്, കണ്ണിലമ്പും വില്ലും കൊണ്ടെന്റെ ഈ കൽബി, നമ്മള് ആ ലിറിക്ക് കേൾക്കുമ്പോ കണ്ണിലമ്പും വില്ലും കൊണ്ടെന്റെ ഈ കൽബി, അവ പറയല്ലേ നല്ല പവർ ചെയ്ത് പാടണത്. പക്ഷെ എന്നാലും ഇമോഷനും ഉണ്ടാവണം, നല്ല ആ ഒരു ഫീലും വേണം പറയും. അപ്പൊ അങ്ങനെ അവരുടെ ഒരു ക്ലാസ് ആണ് അതൊക്കെ ശരിക്കും പറഞ്ഞു. പിന്നെ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടി, ഇന്ന പാട്ട് ഇത്ര ഫോഴ്സിൽ പാടിയാലായിരിക്കും അത് ആൾക്കാരിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു നമുക്കും ഒരു അറിവായിട്ട് അത് മാറി, എക്സ്പീരിയൻസ് ആയിട്ട് മാറി. പിന്നെ അങ്ങനെയൊക്കെ നമ്മളും ഇപ്പൊ ഒരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു തരുമ്പോ നമുക്ക് ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താന്ന് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതങ്ങനെ പാടും. പെണ്ണെ പാടുന്ന സമയത്ത് ഈ പാട്ടിന്റെ ഒരു സിറ്റുവേഷൻ റോഷൻ ആൻഡ്രോസ് പറഞ്ഞു, അഫ്സൽ ഇതിങ്ങനെ ഒരു ഷൂട്ടിങ്ങിന്റെ ഒരു പെപ്പി നമ്പർ ഷൂട്ട് ചെയ്യണതിന്റെ ഒരു ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ ദീപക്കും ഉണ്ട്, ഞാൻ റോഷനായിട്ട് കൂടുതൽ അടുപ്പാണ്. ഞങ്ങൾ രണ്ടുപേരും കോളേജ് മേറ്റ്സ് ആണ്. അപ്പൊ റോഷൻ അതിനു മുമ്പ് അസിസ്റ്റന്റ് ആയിട്ടും മിമിക്രി ഒക്കെ നടക്കുന്ന മിമിക്രി ആർട്ടിസ്റ്റ് ഒക്കെ ആയിരുന്നു. ആ കാലം തൊട്ടേ അറിയാം. അപ്പൊ ഫസ്റ്റ് ഫിലിം ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളെ നല്ല സുഹൃത്തുക്കളായിരുന്നു.
ഫസ്റ്റ് ഫിലിം ചെയ്യുന്ന പറഞ്ഞപ്പോൾ തന്നെ അഫ്സലിനെ നമ്മുടെ ഒരു ബന്ധം വെച്ചിട്ട് ഷക്കീർക്കായിട്ട് നല്ല ബന്ധമായിരുന്നു ചേട്ടനായിട്ടും. അങ്ങനെയാണ് പെണ്ണേ പാടുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഒരു ഫ്രീക്ക് ഔട്ട് പാട്ടാണ്, അത് എന്ത് മാക്സിമം പവർ ചെയ്ത് പാടിക്കുക. അപ്പോൾ ദീപക്കും പറഞ്ഞു, പിന്നെ ദീപക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മലയാള ഇൻഡസ്ട്രിയിലൊരു സൗണ്ടിങ്ങിന് ഒരു വേറൊരു തലം കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് പാടി കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു. ആ ഒരു സൗണ്ടിങ് ഒക്കെ വേറൊരു കേട്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം.